അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ജമ്മു വിമാനത്താവളത്തിന് നേരെ ഡ്രോൺ ആക്രമണം നടത്താനുള്ള പാകിസ്ഥാന്റെ ശ്രമം ഇന്ത്യ പരാജയപ്പെടുത്തി എന്നുള്ള വാർത്തയാണ് വരുന്നത്. ഒന്നിലേറെ ഡ്രോണുകളാണ് വിമാനത്താവളം ലക്ഷ്യമിട്ടെത്തിയത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി മനു ഭരത് ചേരുകയാണ്. മനു, നേരത്തെ ഇന്നലെ രാത്രി സൈനിക കേന്ദ്രങ്ങളെയായിരുന്നു പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത് 15ഇടത്ത്. ആ 15ഇടത്തും ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം മിസൈലുകളെയും ഡ്രോണുകളെയും നിർവീര്യമാക്കിയിരുന്നു. അതിനുശേഷം ഇന്ന് നടന്നതാണോ ഈ ജമ്മുവിലെ വിമാനത്താവളത്തിന് നേരെയുള്ള ഈ ഡ്രോൺ ആക്രമണവും അതിനെ ഇന്ത്യ പരാജയപ്പെടുത്തിയത്? അതെ, അല്പം മുമ്പാണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. ജമ്മു കശ്മീരിൽ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ട്. നേരത്തെ പക്ഷേ ഇത് ഇന്ത്യ മുൻകൂട്ടി കണ്ടതാണ്. എല്ലായിടത്തും ഇത്തരത്തിൽ ഡ്രോൺ ആക്രമണങ്ങൾക്കുള്ള സാധ്യത മുൻകൂട്ടി കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അത് നേരിടാനുള്ള സംവിധാനങ്ങൾ തയ്യാറായിരുന്നു എന്നാണ് വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ് ഈ ശ്രമവും പരാജയപ്പെടുത്തിയത്. അതിനോടൊപ്പം പുറത്തു വരുന്ന മറ്റൊരു പ്രധാന നമ്മൾ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ 150-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് പാകിസ്ഥാനിൽ നിന്ന് ഇപ്പോൾ ഇന്ത്യക്ക് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടത് കോട്ലിയിലാണ്. അവിടെ ഗുൽപൂർ ടെറർ ക്യാമ്പാണ് നമ്മൾ ആക്രമിച്ചത്. അവിടെ 100 പേരെ 100 തീവ്രവാദികൾ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം. ബഹവൽപൂരിൽ നമ്മൾ 40 പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നു എന്നാണ് ഇന്റലിജൻസ് വൃത്തങ്ങൾക്ക് ലഭിക്കുന്ന സൂചന. അതോടൊപ്പം മുസഫറാബാദിൽ 28 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. മുർദിക്കിൽ 19 പേരും ലീപ്പയിൽ 12 തീവ്രവാദികളും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇന്റലിജൻസ് വൃത്തങ്ങൾ ഇപ്പോൾ നൽകുന്ന സൂചന. ബഹവൽപൂർ ഹെഡ്ക്വാർട്ടേഴ്സിൽ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നടത്തിയ ആക്രമണത്തിലാണ് 40 പേർ കൊല്ലപ്പെടുകയും അവിടെ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ ഈ പാകിസ്ഥാൻ നൽകിയ വിവരങ്ങളുടെ കണക്കിൽ 37 പേരോളം കൊല്ലപ്പെട്ടു എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത്. പക്ഷേ കൂടുതൽ തീവ്രവാദികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന വിവരങ്ങൾ ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ജമ്മു കശ്മീരിൽ കനത്ത ജാഗ്രത പുലർത്തണമെന്ന ആവശ്യം ഇന്ത്യ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഗുർദാസ്പൂരിൽ ഇന്ന് രാത്രി സമ്പൂർണ്ണ ബ്ലാക്ക് ഔട്ടായിരിക്കും. പഞ്ചാബ് അതിർത്തിയിൽ കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകും എന്ന് ഇന്ത്യ മുൻകൂട്ടി കാണുന്നു. മാത്രമല്ല, പാക് പ്രധാനമന്ത്രി ഒരു കാര്യം ഇപ്പോൾ വ്യക്തമാക്കുന്നു. ഈ പാകിസ്ഥാൻ കൂടുതൽ ശക്തമായി തിരിച്ചടിക്കാൻ തയ്യാറെടുക്കുന്നു എന്നാണ് വ്യക്തമാക്കുന്നത്. നാളെ ദൃശ്യങ്ങളിൽ കാണാം ജമ്മുവിലെ വിമാനത്താവളം ലക്ഷ്യമാക്കിയിട്ടുള്ളതായിരുന്നു ഇല്ലേ പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണം. പക്ഷേ ഇന്ത്യ അത് നിർവീര്യമാക്കിയിരിക്കുകയാണ്. നേരത്തെ 15 സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്നലെ രാത്രി ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തുവാനുള്ള നീക്കം ഇന്ത്യ പരാജയപ്പെടുത്തിയിരുന്നു. ഇന്ന് സന്ധ്യയോടുകൂടിയാണ് ഇങ്ങനെ ഒരു ആക്രമണം കൂടി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അത് ജമ്മുവിലാണ് സംഭവിച്ചിരിക്കുന്നത്. ജമ്മുവിൽ ഡ്രോൺ ആക്രമണം നടത്തുവാനായിരുന്നു പാകിസ്ഥാന്റെ നീക്കം. അതും ഇന്ത്യ നിർവീര്യമാക്കിയിരിക്കുകയാണ്. ഇന്ത്യയുടെ സുശക്തമായ വ്യോമ പ്രതിരോധ മാർഗങ്ങൾ പാകിസ്ഥാന് തിരിച്ചടിയായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. വീണ്ടും പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോണുകളും മിസൈലുകളും ഇന്ത്യക്ക് നേരെ പറന്നു വരുമ്പോൾ അത് നിലം തൊടാൻ അനുവദിക്കാതെ ഇന്ത്യ നിർവീര്യമാക്കുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ പാഠം പഠിക്കുന്നില്ല എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ചിത്രം കൂടി ഇതിന് പിറകിലുണ്ട്. ഇത്രയും പ്രകോപനങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇത്രയും ശക്തമായ തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ സുദർശന ചക്രത്തെ പോലും നേരിടാൻ കഴിയാതെ പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം തകർന്ന് തരിപ്പണമായതിനു ശേഷവും ഈ രീതിയിലുള്ള നീക്കങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നടത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇനി ഞങ്ങൾ ഇത് ടോളറേറ്റ് ചെയ്യില്ല എന്ന് പ്രതിരോധ മന്ത്രി പറഞ്ഞ വാക്കുകൾ അവിടെയുണ്ട്. ഇനിയും ഇതൊരു സിവിലിയൻ അറ്റാക്കിലേക്ക് പോകുന്ന രീതിയിലായിരുന്നു ഈ ആക്രമണം ഉണ്ടായത്. ഇന്ത്യ അത് പ്രതിരോധിക്കാൻ ഇന്ത്യ സുശക്തമാണ് എങ്കിൽ പോലും ജമ്മു ആൻഡ് കാശ്മീരിൽ അപായ സൈറൻ മുഴങ്ങുന്നു. അതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ വരുന്നത്. നേരത്തെ തന്നെ ഷട്ട് ഡൗൺ ചെയ്ത വിമാനത്താവളമാണ്. ഈ സുരക്ഷാ കാരണങ്ങളാൽ ജമ്മു ആ എയർപോർട്ടിലേക്കാണ് ഡ്രോൺ ആക്രമണത്തിന് പാകിസ്ഥാൻ ശ്രമിച്ചിരിക്കുന്നത്. ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇനിയും ഇതാണ് ചെയ്യുന്നത് നടക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. 2 ഡ്രോണുകളുടെ ആക്രമണമാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായത്. അത് ഫലപ്രദമായി നേരിട്ടതിനു ശേഷം തുടർച്ചയായുള്ള ഷെൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. ഇതിനെതിരെയുള്ള ഒരു പ്രതിരോധ നടപടി ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. സൈന്യം ശക്തമായി തിരിച്ചടിക്കാനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. S-400 മിസൈൽ ഡിഫൻസ് സിസ്റ്റം വളരെ ശക്തമായി രംഗത്തുണ്ട്. 600 കിലോമീറ്ററിന് മുന്നിൽ വെച്ച് തന്നെ മിസൈലുകൾ ഡിറ്റക്ട് ചെയ്യാനും 400 കിലോമീറ്ററിനകത്ത് വെച്ച് ഇന്റർസെപ്റ്റ് ചെയ്യാനും കഴിവുള്ള ഇന്ത്യയുടെ സുദർശന ചക്രം ആണ് പ്രയോഗിക്കുന്നത്. മാത്രമല്ല, ഈ ചൈനീസ് മെയ്ഡ് മിസൈലുകളുടെ സാധ്യത ഇന്ത്യ മുൻകൂട്ടി കാണുന്നു. PL-15E ഏത് തരത്തിൽ പ്രയോഗിക്കും എന്നത് വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. ഇന്ത്യ
ഹറോപ്പ് ഡ്രോണുകൾ ഉപയോഗിച്ചു എന്ന് നേരത്തെ പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്നു. അത് വലിയ തോതിലുള്ള നാശനഷ്ടം അവിടെ ഉണ്ടാക്കി എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ തുടർച്ചയായ ആക്രമണങ്ങൾ നിലയ്ക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ വീണ്ടും പാകിസ്ഥാൻ ആക്രമണങ്ങൾക്ക് മുതിരുന്നു എന്ന വിവരമാണ് നൽകുന്നത്. ഇത് വലിയ ആശങ്കകൾക്കാണ് വഴിവെക്കുന്നത്. ഇനി ഇങ്ങനെ വന്നാൽ കൂടുതൽ ശക്തമായി തിരിച്ചടിക്കും എന്നാണ് നേരത്തെ തന്നെ രാജ്യം വ്യക്തമാക്കിയിട്ടുള്ളത്. സ്വാഭാവികമായും വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്ന ആശങ്കയും ഒരു വശത്ത് ഉയരുകയാണ്. ആർട്ടിലറി ഷെല്ലിംഗ് ആണ് നടക്കുന്നത് അല്ലേ ജമ്മുവിൽ? അതല്ലേ അതിന്റെ കൂടുതൽ വ്യക്തമായ പ്രയോഗമല്ലേ മനു? അതെ, കനത്ത ഷെല്ലാക്രമണം നടക്കുന്നതാണ്. സാധാരണ ഈ അതിർത്തിയിൽ ഈ കരാർ ലംഘനത്തിന്റെ ഭാഗമായി നിയന്ത്രണ രേഖയിലൊക്കെ നടക്കുന്നത് സ്മോൾ അമ്യൂഷൻസിന്റെ ഫയറിംഗ് ആണ്. പക്ഷേ ഇപ്പോൾ ആർട്ടിലറി ഫയറിംഗ് നടക്കുന്നു, ഷെല്ലാക്രമണങ്ങൾ ശക്തമായി നടക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതിലും ഡ്രോൺ ആക്രമണം ശക്തമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനമായും പഞ്ചാബ് അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആക്രമണങ്ങൾ നടക്കുമെന്നാണ് ഈ ഘട്ടങ്ങളിലൊക്കെ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ജമ്മുവിലും സമാനമായ രീതിയിൽ ആക്രമണം വരുന്നു എന്നത് ജമ്മു കാശ്മീർ സ്വദേശികളുടെ ട്വീറ്റുകളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ മിസൈലുകൾ വീടിന് മുകളിലൂടെ പറക്കുന്നു എന്നുള്ളതാണ്. ഇത് ആദ്യമായിട്ട് അത്തരം ദൃശ്യങ്ങളൊക്കെ അവർ പുറത്തു വിടുന്നു. സിവിലിയൻസ് ലൈഫ്സ് ആർ സ്റ്റേക്ക് എന്ന് തന്നെ പറയുകയാണ്. ഇത് ഒരു കൈവിട്ട ഒരു കളിയിലേക്ക് പാകിസ്ഥാൻ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഷെല്ലുകളോ അതുപോലെ തന്നെ ഡ്രോണുകളോ മിസൈലുകളോ നിലം പതിച്ചതായിട്ടുള്ള അല്ലെ നിലം തൊട്ടതായിട്ടുള്ള വാർത്തകൾ വന്നിട്ടില്ല. ഈ വ്യോമ പ്രതിരോധ സംവിധാനം ഉടൻ തന്നെ ആക്റ്റീവ് ആയിട്ടുണ്ട് എന്നാണ്. 3 S-400 വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഇന്ത്യക്കുള്ളത്. ഒന്ന് കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി പാകിസ്ഥാനിൽ നിന്നുള്ള മിസൈൽ ആക്രമണത്തെയും ഡ്രോൺ ആക്രമണത്തെയും ചേർത്തിരുന്നു. മറ്റൊന്നുള്ളത് ജമ്മു മേഖലയിലാണ്. അവിടെ ഇപ്പോൾ ആക്റ്റീവായി. നമുക്ക് എനിക്ക് നെറ്റ്വർക്ക് എയ്റ്റിന്റെ തന്നെ രാഹുൽ ശിവശങ്കറിന്റെ ട്വീറ്റിൽ പ്രകാരം മൾട്ടിപ്പിൾ ബ്ലാസ്റ്റ് റിപ്പോർട്ടഡ് ഉണ്ട്. സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെ ജമ്മു സിറ്റിയിൽ എന്നുള്ള ട്വീറ്റുകളും വരുന്നുണ്ട്. മനു, അത് സ്ഥിരീകരിക്കുന്നുണ്ടോ? യെസ്, ആർട്ടിലറി ഷെല്ലിംഗ് വളരെ ശക്തമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്നാണ് വിവരം. ഏതായാലും ജമ്മുവിൽ എയർ റെയ്ഡ്സിന്റെ സൈറൻ മുഴങ്ങുന്നു. തുടർച്ചയായുള്ള ഷെല്ലിംഗ് വരുന്നു. ഷെല്ലിങ്ങുകളുടെ ദൃശ്യങ്ങൾ ക്യാമറയിൽ ചിലത് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ജമ്മുവിൽ കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ടിനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. വൈദ്യുതി ഓഫ് ചെയ്യാനും പലയിടത്തും അത് വിച്ഛേദിക്കാനുമുള്ളൊക്കെ നീക്കങ്ങൾ നടക്കുന്നു. ആർട്ടിലറി ഷെല്ലിംഗ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ആർമി ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകുന്നുണ്ട്. ഈ ജമ്മുവിൽ കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ടാണ്. തുടർന്ന് ഈ ഷെൽ ആക്രമണങ്ങൾക്കുള്ള മറുപടി അതിർത്തിയിൽ തിരിച്ചടിക്കുന്നു എന്നതാണ്. ഇതൊരു കംപ്ലീറ്റ് വാറിലേക്ക് നീങ്ങുമോ എന്ന ആശങ്ക വലിയ തോതിൽ ഉയരുന്ന തലത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എയർ റെയ്ഡ്സിന്റെ സൈറൻ ജമ്മുവിൽ മുഴങ്ങിയിട്ടുണ്ട്. അതോടുകൂടി അവിടെ ആളുകൾ ആവശ്യമായ മുൻകരുതലുകളിലേക്ക് നീങ്ങണമെന്ന് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. അത് നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പാകിസ്ഥാൻ അതിന്റെ 2 ശ്രമങ്ങൾ പൂർണ്ണമായും തകർത്തുവെന്ന് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് വ്യക്തമാക്കുന്നു. ആർട്ടിലറി ഷെല്ലിംഗ് തടയാനുള്ള സമഗ്രമായ നീക്കമാണ് ജമ്മു കശ്മീരിൽ നടക്കുന്നത് എന്നുകൂടി മിനിസ്ട്രി ഓഫ് ഡിഫൻസ് വ്യക്തമാക്കുന്നു. കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ടിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഊർജിതമായി നടക്കുന്നത്. 2 ഡ്രോണുകൾ വരുന്നു. ഒപ്പം തന്നെ ഈ ആർട്ടിലറി ഫയറിംഗിന്റെ ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകർക്ക് നൽകാനും കഴിയും. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം എന്ന് പറയുന്നത് ഒരേ സമയത്ത് ഷെല്ലാക്രമണത്തെയും മിസൈൽ ആക്രമണത്തെയും ഡ്രോൺ ആക്രമണത്തെയും ട്രാക്ക് ചെയ്യുവാനും അവയെ നിർവീര്യമാക്കുവാനും തിരിച്ച് മിസൈലുകൾ തൊടുത്തുവിടുവാനും പര്യാപ്തമായവയാണ്. അത് ഇന്നലെ രാത്രി പാകിസ്ഥാൻ അനുഭവിച്ചതാണ്. ഇന്ന് രാവിലെയുമായിട്ട് അനുഭവിച്ചതാണ്. ലാഹോർ വരെ എത്തിക്കുവാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു. പാകിസ്ഥാൻ അടുത്ത മണ്ടത്തരമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ജമ്മുവിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ ആർട്ടിലറി ഷെല്ലിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സാധാരണക്കാർക്ക് നേരെ പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തുകയും 13 ഗ്രാമീണർ കൊല്ലപ്പെടുകയും ചെയ്തതാണ്. ഇപ്പോൾ പാകിസ്ഥാൻ വീണ്ടും അടുത്ത അറ്റാക്കുമായി ജമ്മു അതിർത്തിയിൽ വന്നിരിക്കുകയാണ്. ജമ്മു വിമാനത്താവളമാണ് പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത് എന്നാണ് ഇപ്പോൾ കണക്കാക്കേണ്ടത്. വിമാനത്താവളം അടച്ചിരിക്കുകയാണ്. ശനിയാഴ്ച രാവിലെ വരെ ഇന്ത്യയിലെ 27 വിമാനത്താവളങ്ങൾ അടഞ്ഞുകിടക്കും. എന്തായാലും ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം വീണ്ടും ഉണ്ടാവുകയാണ്. പാകിസ്ഥാൻ നിർത്താൻ തയ്യാറായിട്ടില്ല. ഇന്നലെ രാത്രി പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ, ഇന്ത്യയിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ മിസൈൽ ആക്രമണവും ഡ്രോൺ ആക്രമണവും നടത്തിയതാണ്. ഇന്ന് രാവിലെ ലാഹോറിലേക്ക് മിസൈൽ പായിച്ച് അവിടുത്തെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തുകൊണ്ട് ഇന്ത്യ മറുപടി നൽകിയതാണ്. ഇപ്പോൾ വീണ്ടും പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ആർട്ടിലറി ഷെല്ലിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. ആ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിരവധി ട്വീറ്റുകളും വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെക്കുറിച്ച്.